സ്റ്റേഷനുകളിൽ ഈ വാഹനം ചാർജ് ചെയ്യുന്നതിന് ദിവസം 2 നിരക്കുകൾ പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ കുറഞ്ഞ നിരക്കും 4 മുതൽ അടുത്ത ദിവസം രാവിലെ 9 വരെ കൂടിയ നിരക്കുമായിരിക്കും ഈടാക്കുക. പകൽ സൗരോർജ്ജം കൂടി പ്രയോജനപ്പെടുത്താനാകുന്നതിനാൽ ഈ ആനുകൂല്യം വാഹന ഉടമകൾക്ക് ലഭ്യമാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ചാർജിങ്ങിന് പൊതുവായ നിരക്ക് യൂണിറ്റിന് 7.15 രൂപയാണ്. വൈകുന്നേരം 4-ന് മുമ്പ് 30% കുറവായിരിക്കും. അതായത് യൂണിറ്റിന് 5 രൂപ. അതിനുശേഷം 30% കൂടുതലാണ് 9.30 രൂപ. ഇതിനു പുറമെ ഓരോയിടത്തും വ്യത്യസ്ത നിരക്കിൽ സർവീസ് ചാർജ് ഈടാക്കും. ഇത്തവണ വൈദ്യുത നിരക്ക് പരിഷ്കരിച്ചപ്പോൾ വാഹന ചാർജിംഗ് 2 നിരക്ക് നിശ്ചയിച്ചിരുന്നു. വൈദ്യുത നിരക്ക് കണക്കാക്കാൻ ദിവസത്തെ 3 സമയ മേഖലകളായി തിരിക്കുകയാണ് പതിവ്. എന്നാൽ ചാർജിംഗ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ സമയ മേഖലകൾ 2ആയി ചുരുക്കിയിരുന്നു. അതായത് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയും വൈകുന്നേരം 4-ന് ശേഷം അടുത്ത ദിവസം രാവിലെ 9 വരെയും. ഈ സമയ മേഖലകൾക്കനുസരിച്ച് മീറ്ററുകൾ ക്രമീകരിക്കാനും പുതിയവ സ്ഥാപിക്കാനും ഏപ്രിൽ 1 വരെയാണ് റെഗുലേറ്ററി കമ്മീഷൻ സമയം നൽകിയിരിക്കുന്നത്. രാത്രിയിൽ കൂടുതൽ വാഹനങ്ങൾ ചാർജ് ചെയ്താൽ സൗരോർജ്ജം പോലുള്ള ഹരിത സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്താനാവില്ല. ഇത് കാർബൺ വികിരണം കൂട്ടും. ഈ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ വികിരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിനും എതിരാണിത്. വാഹന ചാർജിംഗ് പകൽ നടത്തിയാൽ രാത്രിയിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുമാകും.